സാറേ കല്യാണം കഴിച്ചല്ലേ ഉള്ളൂ, എന്താ പറ്റിയത് അവർക്ക്, ഇത്ര പെട്ടെന്ന് എന്താ ഡിവോഴ്സായേ? ചിലർ വന്ന് ചോദിക്കാറുണ്ട്, സാറേ എന്തെങ്കിലും രക്ഷയുണ്ടോ രക്ഷപ്പെടാൻ? ഒരു രക്ഷയില്ല, ഇയാളെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു യഥാർത്ഥ വില്ലനുണ്ട്. കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തുന്നത് അടി, വഴക്ക്, മറ്റ് ബന്ധങ്ങൾ, ഇങ്ങനെ അല്ലെങ്കിൽ ആത്മഹത്യാശ്രമം, ഇങ്ങനെ പല ഇഷ്യൂസൊക്കെ ആയിട്ടായിരിക്കും. പക്ഷേ സൈക്കോളജിസ്റ്റ് തെറപ്പി സെൻറ്ററിൽ ഞങ്ങളൊക്കെ നൂറുകണക്കിന് അറ്റൻഡ് ചെയ്യുന്ന കേസുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വില്ലനുണ്ട് ബന്ധങ്ങളെ നശിപ്പിക്കുന്നത്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് കലിപ്പനും കാന്താരിയും രണ്ടുപേരും കുറേ നാളായിട്ട് നല്ല ഡീപ്പ് ലവിലാണ്. കുറേ നാൾക്ക് ശേഷം ആഗ്രഹിച്ച് രണ്ടുപേരും കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുന്നതിന് മുമ്പും അതിന് ശേഷമൊക്കെ പലതരം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഭയങ്കര പ്രേമത്തിലായിരുന്നു. ഈ ഇടയ്ക്കായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പം പെട്ടെന്ന് ഡിവോഴ്സ് ആവണമെന്നാണ് പറയുന്നത്. വലിയ ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. കോടതിയിലും പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ കേസ്. എന്താണെന്ന് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കി, എന്താണ് കാര്യമെന്ന്. സത്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരുടെ ഇടയ്ക്ക് എന്തോ സ്നേഹം കുറഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായെന്ന്. അങ്ങനെയല്ല, രണ്ടുപേരുടെ സ്നേഹം ഓവർലോഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ കാര്യം കേൾക്കുമ്പോൾ. എന്താണെന്നറിയോ, കാന്താരിയുടെ വിചാരം ഈ കലിപ്പൻ മുഴുവനായും അവളുടെ ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ പൈസ, അവൻ്റെ സമയം, അവൻ്റെ ജീവിതം, അവൻ്റെ എല്ലാം പെർഫെക്റ്റ്ലി അവളുടെയാണ്. അവൻ്റെ ലൈഫിൽ അവൻ്റെ അമ്മ, അപ്പൻ, അവൻ്റെ സുഹൃത്തുക്കൾ, അവൻ്റെ ജോലി, ഇതൊക്കെ അവന് രണ്ടാമത് ആയിരിക്കണം. ഞാനായിരിക്കണം അവൻ്റെ ഫസ്റ്റ്. അവൻ എൻ്റെയാണ്, എൻ്റെ മാത്രമാണ്, എൻ്റെ സ്വന്തമാണ്, എൻ്റേതല്ലാതെ വേറെ ആരുടെ ആവാൻ പാടില്ല. ഇതങ്ങോട്ട് ടെൻഷൻ കയറിയിട്ട് എന്തെങ്കിലും ചെറിയ കാര്യം മതി, അപ്പോഴേ അവൾക്ക് അവിടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. അവിടെ ധാരണ എന്താ, അവൻ പെർഫെക്റ്റ്ലി എൻ്റെയാണ്, എൻ്റെ മാത്രമാണ്. ഇനി കലിപ്പനും ഇതേപോലെ പ്രശ്നമുണ്ട്. അവൾക്ക് വല്ലപ്പോഴൊക്കെ അവിടെ വീട്ടിൽ പോകണം. അവൻ സമ്മതിക്കത്തില്ല. കാരണം പോയിട്ടുണ്ടെങ്കിൽ സ്നേഹം കുറയും. അവൾ എൻ്റെയാണ്, എന്നോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അവൾക്ക് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ പൈസ വരുന്നത്, ATM എല്ലാം എൻ്റെയാണ്. ഇങ്ങനെ എൻ്റെയാണ്, പാർട്ട്ണർ സ്വന്തമാണ്, പാർട്ട്ണറുടെ ഓണറാണ് ഞാൻ എന്നൊരു ധാരണ. ഇതുപോലെയുള്ള കുറേ ധാരണകളാണ് ശരിക്കും റിലേഷൻഷിപ്പിനെ തകർക്കുന്നത്. അപ്പോൾ ഞാൻ ശരിക്കുമുള്ള വില്ലനിലേക്ക് വരികയാണ്. ആ വില്ലനാണ് അസംഷൻ, അല്ലെങ്കിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന ചില സാധനങ്ങൾ. പക്ഷേ അത് സത്യത്തിൽ ശരിയല്ല. ചിലത് പാർഷ്യലി മാത്രമാണ് ശരി, അല്ലെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളുമേലാണ് നമ്മൾ തീരുമാനം എടുക്കുക. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളുമേലാണ് നമുക്ക് ഫീലിംഗ് ഉണ്ടാകുന്നത്. നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ റിലേഷൻഷിപ്പും എല്ലാം ആശ്രയിച്ചിരിക്കുന്ന നമ്മുടേതായ ചില ശരികളെയാണ്. ഈ ശരികൾ നമുക്ക് ശരിയാണ്, പക്ഷേ ഈ ശരികൾ പലതും തെറ്റാണ്. ഇതാണ് ധാരണകൾ. പല റിലേഷൻഷിപ്പും തകരാൻ കാരണം ധാരണകളെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ്. ശരിക്കും യാഥാർത്ഥ്യം അങ്ങനെ ആയിരിക്കില്ല. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞൊരു കേസ്, കലിപ്പനും കാന്താരിയും, ശരിക്കും പറഞ്ഞാൽ ആ ധാരണ തന്നെ തെറ്റല്ലേ. ആരും ആരുടെയും ഓണറൊന്നുമല്ല. അവൾ എൻ്റെ മാത്രമായിരിക്കണം, അവൻ എൻ്റെ മാത്രമായിരിക്കണം എന്നുള്ള ആ ചിന്ത തന്നെയാണ് ഇതിനകത്ത് തെറ്റ്. നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നതല്ലോ. നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സമൂഹം, നമ്മുടെ ജോലി നമുക്ക് വേണം ജീവിക്കാൻ, നമുക്ക് നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ വേണം. ഇതൊക്കെ നമ്മുടെ പാർട്ണർ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുക? പക്ഷേ നമ്മുടെ പാർട്ണർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പാർട്ണറെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ റിലേഷൻഷിപ്പ് തീർച്ചയായും ഭയങ്കര ശോകമായിരിക്കും. മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്നൊരവസ്ഥ വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, ഈ പെരുമ്പാമ്പ് എങ്ങനെയാണ് ആൾക്കാരെ കൊല്ലുന്നത്? പെരുമ്പാമ്പ് ഒരു ജീവനെ പിടിക്കുന്നത് നേരെ കയറി മറ്റേ സിംഹം ആക്രമിക്കുന്ന പോലെ വാഗൊണ്ട് കടിച്ചിട്ടൊന്നുമല്ല. പെരുമ്പാമ്പ് അങ്ങ് ചുറ്റിയിട്ട് മെല്ലെ അങ്ങോട്ട് ബലത്തിൽ ചുറ്റും. അവസാനം ചുറ്റി ആ ഇരയ്ക്ക് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാവും. പെരുമ്പാമ്പിൻ്റെ മാത്രമാക്കും. എന്നിട്ട് പെരുമ്പാമ്പ് തിന്നു തുടങ്ങും. ഇതുപോലെയാണ് പല റിലേഷൻഷിപ്പിലും. ഇങ്ങനെ സ്വന്തമാക്കി, തൻ്റേത് മാത്രമാക്കി എല്ലാ ബന്ധങ്ങളിൽ നിന്നും പാർട്ണറെ അങ്ങ് വേർപിരിച്ച്, സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും വേർപിരിച്ച്, അവസാനം എൻ്റേത് മാത്രം എന്ന് ചിന്തിച്ച് അവൾക്ക് അല്ലെങ്കിൽ അവന് ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ തകരുന്നത് അവൻ്റെ സാമൂഹ്യ ബന്ധങ്ങളാണ്, അവൻ്റെ മറ്റ് ബന്ധങ്ങളാണ്. അവൻ്റെ അപ്പനും അമ്മയോട് പോലും, അല്ലെങ്കിൽ അവൾക്ക് അവിടെ അപ്പനോടും അമ്മയോട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഭയങ്കരമായൊരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. ഇത് തീർച്ചയായും തകരും. ഒരു ദിവസം അവന് ബോധം വരും, അല്ലെങ്കിൽ അവൾക്ക് ബോധം വരും, അന്ന് ആ റിലേഷൻഷിപ്പ് ഇട്ടിട്ട് പോകും. ഇതാണ് റിലേഷൻഷിപ്പ് തകരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു ധാരണയുണ്ട്. ചിലരുടെ വിചാരം എൻ്റെ സ്നേഹമാണ് ശരിക്കുമുള്ള സ്നേഹം, അപ്പുറത്ത് എന്ത് സ്നേഹം, അതൊക്കെ വല്ല സ്നേഹമാണ്, ഞാനാണ് ശരിക്കും സ്നേഹിക്കുന്നത്. പക്ഷേ ശരിക്കും അപ്പുറത്ത് എന്താ ഫീൽ ചെയ്യുന്നറിയോ? പെട്ടുപോയി, എൻ്റെ വ്യക്തിത്വവും ജീവിതവും എല്ലാം നശിച്ചു, ഇതെന്തൊരു സ്നേഹമാണ്, എന്നെ ഒന്ന് സ്നേഹിക്കാതിരിക്കുമോ, അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഇപ്പുറത്ത് ഭയങ്കര സ്നേഹമായിട്ട് ഫീൽ ചെയ്യുന്നത്. നമ്മൾ കാര്യം മനസ്സിലാക്കണം, ശരിക്കുള്ള സ്നേഹം എന്താണെന്നറിയോ?
നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവർക്കും കൂടെ ഫീൽ ചെയ്യണം അത് സ്നേഹമായിട്ട്. അവർക്കത് സ്നേഹമായിട്ടല്ല ഫീൽ ചെയ്യുന്നെങ്കിൽ, കൊലപാതകമായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ, അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ സ്നേഹം കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. അതുകൊണ്ടൊരു ഓപ്പൺ ഡിസ്കഷനും ഒരു ധാരണയും ഒരു ക്രോസ് ചെക്കിംഗ് ഒക്കെ വേണം. ശരിക്കും ഞാൻ സ്നേഹിക്കുന്നത് എനിക്ക് കംഫർട്ടബിൾ ആണോ? നമ്മളിപ്പോൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു ഗുണം ഉണ്ടാവണ്ടേ, അപ്പോഴല്ലേ അത് സ്നേഹമാവുള്ളൂ. അല്ലാതെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവും, ഞാൻ ഭയങ്കര സ്നേഹമാണ് ഇന്ന് സ്നേഹിച്ചത്. പക്ഷെ അപ്പുറത്ത് അങ്ങനെയല്ല, ഡേഞ്ചറിലാണ് അവൻ, ആ സ്നേഹം കൊണ്ട് ട്രോമയിലാണ്. അത് സ്നേഹമല്ലത്, അത് വലിയൊരു പ്രോബ്ലം ഉണ്ടാക്കുകയാണ് അവൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് എൻ്റെ സ്നേഹമാണ് ശരിക്കുള്ള സ്നേഹം എന്ന് ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ സാറ്റിസ്ഫാക്ഷനൊക്കെ ആകുന്നതിന് മുമ്പ് ആ ഒരു ധാരണ തിരുത്തുന്നത് നല്ലതാണ്. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഒരു ദിവസം ഒന്ന് വിളിച്ചുകൊണ്ട് പോയി ചോദിക്കണം, ശരിക്കും ഞാൻ സ്നേഹിക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? എൻ്റെ സ്നേഹം തന്നെയാണോ? നിനക്ക് സ്നേഹമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ എന്തൊക്കെയാണ് എൻ്റെ സ്നേഹത്തിൽ മാറ്റം വരുത്തേണ്ടത്? അതുപോലെ തിരിച്ചു ഒന്ന് ചോദിക്കണം, ഞാൻ എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കേണ്ടത്? ഞാൻ ശരിക്കും നിനക്ക് കംഫർട്ടബിളായിട്ടാണോ സ്നേഹിക്കുന്നത്? നീ ഓക്കെ ആണോ? ഇങ്ങനെ ഒന്ന് ചോദിക്കാനുള്ളൊരു മനസ്സും കൂടെ കാണണം. ചില ആൾക്കാരുടെ ധാരണ പാർട്ണർ എല്ലാം അങ്ങോട്ട് അറിഞ്ഞ് ചെയ്യണമെന്നാണ്. എല്ലാം അറിയാൻ പാർട്ണറിന്, എന്നിട്ടും ആൾ ചെയ്യുന്നില്ല. എന്താണ് അറിഞ്ഞ് ചെയ്യാത്തത്? ഇതൊക്കെയാണ് ചിലരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. സത്യത്തിൽ ഇവരൊന്നും അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. ഒന്ന് വാ തുറന്ന് പറഞ്ഞാലല്ലേ അപ്പുറത്തേക്ക് ആർക്കും മനസ്സിലാവുള്ളൂ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവർക്ക് കുറേ പ്രതീക്ഷകളുണ്ടാവും. ഇതൊന്നും പാർട്ണറോട് പറയത്തില്ല. ഈ പ്രതീക്ഷകൾക്കൊത്ത് കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അപ്പോൾ പ്രശ്നമായി, ഡിസ്റ്റർബൻസായി, ഇഷ്യൂസായി, ബഹളമായി. എന്നാൽ പിന്നെ കല്യാണത്തിന് മുമ്പ് അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം ഇതൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ പാർട്ണറിൽ നിന്ന്. ഞാൻ ഹണിമൂൺ ഇങ്ങനെ ആഘോഷിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ലൈഫിൽ എൻ്റെ പാർട്ണർ ഇങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഒന്ന് വാ തുറന്ന് പറഞ്ഞാലല്ലേ അയാൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നും പറയത്തുമില്ല. ഇതൊക്കെ അറിഞ്ഞ് ചെയ്യണം എന്നാണ് ചിന്തിക്കുന്നത്. ഇവരെന്തോ മൈൻഡ് റീഡറാണോ? ഈ മെൻ്റലിസം എന്ന് പറയുന്നത് ഷോയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ അറിയപ്പെടുന്ന മെൻ്റലിസ്റ്റുകളാണ്. അവർ പറയാറുണ്ട് ശരിക്കുള്ള ലൈഫിൽ അങ്ങനെ എല്ലാവരും ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല അവരുടെ പണി. അതൊക്കെ സ്റ്റേജ് പെർഫോമൻസാണ്, മാജിക്കാണ്. പക്ഷേ റിയൽ ലൈഫിൽ ആരും മൈൻഡ് റീഡേഴ്സ് ഇല്ല. അതുകൊണ്ട് വാ തുറന്ന് പറയത്തുമില്ല. എന്നാൽ പിന്നെ ഭയങ്കര പ്രതീക്ഷയാണ്. പ്രതീക്ഷ പോലെ നടന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. ഇതൊരു തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ പാർട്ണർ സാധാരണ ഒരു മനുഷ്യ വ്യക്തിയാണ്. നിങ്ങളുടെ പാർട്ണർ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വാ തുറന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ. നിങ്ങളുടെ വിഷമം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് വാ തുറന്ന് പറയണം. അതിനുള്ളൊരു മനസ്സ് കാണിക്കണം. എന്നിട്ട് അല്ലാതെ ഇതെല്ലാം ഇങ്ങനെ പാർട്ണർ ഇങ്ങനെ ആകാശത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നത് തീർച്ചയായും തെറ്റായ ധാരണയാണ്. അത് സ്നേഹമല്ല, റിലേഷൻഷിപ്പിനെ തകർത്ത് കളയും. വേറൊരു കില്ലർ അസംഷൻ ഉണ്ട്. അവളാണ്, അവിടെ ഫാമിലിയാണ് മൊത്തത്തിൽ പ്രശ്നം. അവർ മാത്രമാണ് പ്രശ്നം. ഉണ്ടെങ്കിൽ അവരായിരിക്കും ചെയ്തത്, അല്ലെങ്കിൽ അയാളായിരിക്കും. എൻ്റെ ഭാഗത്ത് എല്ലാം ക്ലിയറാണ്. ഇന്നാണ് കുറച്ച് നാൾ മുമ്പ് ഒരു സംഭവം. ഈ ഒരു പെങ്കൊച്ചിനെ ഒരുത്തനെ എടുത്തിട്ട് ഇടിച്ചു. പാവം, അതിനൊരു രക്ഷയില്ല. ഭയങ്കര അക്രമമായിരുന്നു കേട്ടോ. അതിന് രക്ഷപ്പെടാൻ വേണ്ടി അതിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു. വീട്ടുകാർ അവസാനം ഇത് പലതവണയായി. അപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ പോയി. അവസാനം ഇത് പോലീസുകാർ ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തു. അപ്പോൾ ഇവൻ പറയുന്ന ആരോപണം എന്താണെന്നറിയോ? ഇവളാണ് പ്രശ്നം ഇതിന്. അപ്പം ഈ കൗൺസിലർ ചോദിച്ചു, അല്ല നിങ്ങളല്ലേ ആ പെങ്കൊച്ചിനെ പിടിച്ച് ഇടിച്ചത്, പ്രശ്നം ഉണ്ടാക്കിയത്, അതിനെ അടിച്ച് വശക്കെട്ടാക്കിയത് നിങ്ങളല്ലേ? അപ്പോൾ അവൻ പറയും അതൊന്നും അല്ല പ്രശ്നം. ഇവിടെ വീട്ടിൽ പോയി പറഞ്ഞു, പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തു, അതാണ് പ്രശ്നം. നോക്കിക്കേ എന്ത് ട്വിസ്റ്റാണെന്ന് നോക്കിക്കേ. ഇങ്ങനെ അവൻ ചെയ്ത തെറ്റിനെ പറ്റി അവൻ ഒരു ഐഡിയയും ഇല്ല, അംഗീകരിക്കാനും തയ്യാറില്ല. അവിടെയും അവരുടെ മറ്റൊരു പാർട്ണറുടെ തലയിലേക്ക് ഇട്ട് അതിനെ ഒരു പ്രശ്നമാക്കി മാറ്റുകയാണ്. ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കും. മുഴുവൻ തെറ്റുണ്ടെങ്കിൽ അത് പാർട്ണറായിരിക്കും, അവരായിരിക്കും, അവരുടെ ഫാമിലി ആയിരിക്കും. അവരുടെ ഫാമിലി മൊത്തത്തിൽ പ്രശ്നമാണ്, എല്ലാവരും കുഴപ്പമാണ്. എന്ത് പ്രശ്നം വന്നാൽ ഇങ്ങനെ ചില ഫാമിലി ഉണ്ട്, ഈ ഫാമിലി പ്രോബ്ലം വരുമ്പോഴേ രണ്ട് ടീമായിട്ട് അങ്ങ് വേർപിരിയും. ഞങ്ങളും ഞങ്ങളുടെ ഫാമിലിയും അത് ശരി പക്ഷത്ത്. അപ്പുറത്ത് ഈ നമ്മൾ പറയും കുരുക്ഷേത്ര യുദ്ധത്തിലൊക്കെ കൗരവന്മാരും പാണ്ഡവന്മാരില്ല. ഇങ്ങനെ പാണ്ഡവന്മാരും കൗരവന്മാരുമായിട്ട് അങ്ങോട്ട് വേർപിരിയാണ്. അപ്പുറത്ത് മുഴുവൻ പ്രശ്നക്കാരാണ്, ഇപ്പുറത്ത് എല്ലാം നല്ല ആൾക്കാർ. ഇങ്ങനെ സ്വയം നല്ലത് ചമയുന്നതിന് മുമ്പ് നമ്മുടെ ധാരണകൾ ശരിയാണോ എന്ന് നമ്മൾ നോക്കണം. ഇത് പല പ്രശ്നങ്ങളും പിന്നിലുള്ളത് അവിടെയും ഇത്തരം ചില തെറ്റിദ്ധാരണകളാണ്. ഒന്ന് സംസാരിച്ച് എന്താണ് സംഭവിച്ചത് എന്നൊരു ഓപ്പൺ മൈൻഡോടുകൂടി ഒന്ന് റിയാലിറ്റി ആയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് യാഥാർത്ഥ്യ ബോധത്തോടെ മനസ്സിലാക്കാൻ സാധിച്ചാൽ എല്ലാം പോട്ടെ, ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ഇരുന്ന് ശരിക്കും എന്താ സംഭവിച്ചത് എന്നൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ പലതും. പക്ഷെ ഞാനാണ് ശരി, അപ്പുറത്ത് മുഴുവനും തെറ്റാണ്, അവർ ചെയ്യുന്ന എല്ലാം തെറ്റാണ്, ഇങ്ങനെയൊരു ധാരണയിലാണ് പോകുന്നതെങ്കിൽ റിലേഷൻഷിപ്പ് എന്തായാലും വർക്കാവില്ല. ചില വ്യക്തികൾക്ക് പാർട്ണറുടെ നല്ലത് പറയാൻ ഭയങ്കര പേടിയാണ്. കാരണം അവരുടെ വിചാരം നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ണർ എന്നെ ഇട്ടിട്ട് പോകുമെന്ന് പറഞ്ഞാൽ അയാളങ്ങനെ വലിയൊരാളായിട്ട് സ്വയം ഫീൽ ചെയ്ത് അഹങ്കരിച്ച് എന്നാൽ പിന്നെ ഇനി ഇവളെ വേണ്ട അല്ലെങ്കിൽ ഇവനെ വേണ്ട എന്നോർത്തുകൊണ്ട് പോയിക്കളയും എന്നൊക്കെയാണ് അവരുടെ പേടി. അല്ലെങ്കിൽ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അഹങ്കരിക്കും, നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കും എന്നൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകളാണ്. അതുകൊണ്ട് എന്താ സംഭവം എന്നറിയോ? പാർട്ണർ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ടാവും,
കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം സാക്രിഫൈസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും കാണില്ല, നല്ലതൊന്നും കാണില്ല. എന്തെങ്കിലും ഒരു ചെറിയ പോയിന്റിൽ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പൊക്കി പിടിച്ച് അന്നത്തെ ഒരു ഹൈലൈറ്റ് ആക്കും, എന്നിട്ട് വലിയൊരു ഇഷ്യൂ. ഇങ്ങനെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ പ്രശ്നം പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ നല്ലതൊട്ടൊന്നും കാണത്തുമില്ല. ഇതിൻ്റെ പിന്നിൽ ഒരു തെറ്റായ ഒരു ധാരണയാണ്. ഇത് തീർച്ചയായും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, കുറച്ച് കഴിയുമ്പോൾ ഇത് ഈ റിലേഷൻഷിപ്പിൽ അവർ ബോറടിക്കും, ഇത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാവും. കാരണം എന്താ, എല്ലാത്തിനും ഒരു ഫ്യൂവൽ വേണം. ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അതിൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ അപ്രീസിയേഷൻ, സ്നേഹം, ആ ഒരു പോസിറ്റീവ് ഒരു പോസിറ്റിവിറ്റിയൊക്കെയാണ്. അതൊന്നും ഉണ്ടാവില്ല. എപ്പോഴും നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. കാരണം നല്ലത് പറയാൻ പേടിയാണ്. സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, ഇവരുടെ ഭയം കൊണ്ടാണ്. ഈ ഭയത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു തെറ്റായ ഒരു ധാരണയാണ്. നിങ്ങളൊരു ചൊല്ല് കേട്ടിട്ടുണ്ടാവും, ചട്ടിയും കലവാണെങ്കിൽ തട്ടിയും മുട്ടിയിരിക്കും, എല്ലാം ശരിയായിക്കോളും, കുറച്ച് കഴിയുമ്പോൾ എല്ലാം റെഡിയാവും. ഇതൊരു തെറ്റായ ധാരണയാണ്. ഇതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കില്ലർ. പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാത്തതിന് കാരണം പരിഹാരമില്ലാത്തതുകൊണ്ടല്ല, അതിനെ അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ടാണ്, അതിനെപ്പറ്റി ഒന്ന് തുറന്ന് സംസാരിക്കാത്തതുകൊണ്ടാണ്. ഇത് പലപ്പോഴും കണ്ടിട്ടുള്ള മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നാണ്. അവർ കല്യാണം കഴിച്ച് മകളെ കല്യാണം കഴിച്ച് വിട്ടു, പിന്നെ അതുകൊണ്ട് തന്നെ ശരിയായിക്കോളും. മകൾ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ഗുരുതരമായ വിഷയമായിരിക്കും. ഭർത്താവ് ഉപദ്രവിക്കുന്നു, ജീവിതം തന്നെ വലിയ പ്രശ്നത്തിലാണ്, അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ ഒക്കെ ശരിയായിക്കോളും എന്നുള്ളൊരു ധാരണയാണ് പല കുടുംബത്തിലും. പാർട്ണറോടും അതുപോലെ സ്വയവും, എനിക്കിങ്ങനെയൊക്കെ പ്രശ്നമൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയായിക്കോളും, ഒരു തെറപ്പി എടുത്താലോ, എന്തിനാ, അതൊക്കെ ശരിയായിക്കോളും, ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണ്ടേ, എന്തിനാ, അതൊക്കെ തന്നെ സോൾവ് ആയിക്കോളും. ഇങ്ങനെ മറ്റുള്ളവരുടെ ഒരു സഹായം സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒക്കെ തടസ്സമായിട്ടുള്ള ഒരു നിസ്സംഗതയോടെ തെറ്റായ ധാരണ, ഇത് വലിയൊരു കില്ലറാണ്. ശരിക്കും റിലേഷൻഷിപ്പ് ഇരിക്കുന്നത് എവിടെയാണ്? അത് നമ്മുടെ മനസ്സിലാണ്. റിലേഷൻഷിപ്പ് ഒരു സ്കില്ലാണ്. പക്ഷേ പ്രശ്നം ഉണ്ടാകുമ്പം നമ്മൾ മറ്റു പല കാര്യങ്ങളിലേക്കാണ് പലപ്പോഴും പരിഹാരമായിട്ട് പോകുന്നത്. കൊച്ചുണ്ടായാൽ പരിഹരിക്കും, മാറി താമസിച്ചാൽ പരിഹരിക്കും, കോടതി പരിഹരിക്കും, പോലീസ് സ്റ്റേഷനിൽ പോകും. പക്ഷേ ഇതൊന്നുമല്ല, മനസ്സിലാണ് പരിഹരിക്കേണ്ടത്. നമ്മുടെ ധാരണകളെ, ചിന്തകളെ, പെരുമാറ്റങ്ങളെ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ പല റിലേഷൻഷിപ്പും നന്നായിട്ട് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. ശരിക്കും പറഞ്ഞാൽ കോടതി വഴി ഡിവോഴ്സായ പലതും ശരിക്കും ഡിവോഴ്സ് ആവേണ്ട കാര്യങ്ങളേ അല്ല. ഒന്ന് ഒരു തെറപ്പിസ്റ്റിൻ്റെ കൂടെ ഇരുന്ന് അല്ലെങ്കിൽ ഒന്ന് ഓപ്പണായിട്ട് സംസാരിച്ച് സ്വന്തം ധാരണകളും ചിന്തകളും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പെരുമാറ്റങ്ങളും ഒന്ന് മൈൻഡൊക്കെ ഒന്ന് പരസ്പരം മനസ്സാക്കി കഴിഞ്ഞാൽ സോൾവ് ചെയ്യാവുന്ന പറ്റുന്ന ഇഷ്യൂ ഉള്ളൂ. പക്ഷെ അതിനുള്ള മനസ്സില്ല, മറ്റു ചില പരിഹാരങ്ങളായിട്ട് പോകും. പല കേസുകളിലും ജഡ്ജിക്കും അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. രണ്ടുപേരുടെ ആവശ്യമാണ് ഡിവോഴ്സ്. അതുകൊണ്ട് ആ ഒരു നിയമപരമായ നടപടിയുടെ ഭാഗമായിട്ട് ആ ഒരു ഡിവോഴ്സിലേക്ക് എത്തുമായിരിക്കും. പക്ഷേ ശരിക്കും അവിടെ വേണ്ടത് ഒരു സൈക്കോളജിക്കലായ പരിഹാരമാണ്. ധാരണകളെ മനസ്സിലാക്കാൻ ഒരു തെറപ്പിസ്റ്റിൻ്റെ കൂടെ ഇരുന്ന് ഒന്ന് ചിന്തിച്ചാൽ, ഒരു തെറപ്പി അറ്റൻഡ് ചെയ്താൽ, ഒന്ന് ഓപ്പണായിട്ട് സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ അറിവിലും ചില വ്യക്തികളൊക്കെ ഉണ്ടാവും വേർപിരിഞ്ഞ് താമസിക്കുന്നതൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും. ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കാര്യമായിട്ടൊരു പ്രശ്നം നേരിടുകയാണെങ്കിൽ ശരിക്കും ഒന്ന് ആലോചിക്കണം, ഇത് നിങ്ങളുടെ ധാരണയാണോ വില്ലൻ? കാരണം പല റിലേഷൻഷിപ്പിൻ്റെയും ബ്രേക്കിന് പിന്നിലുള്ള ശരിക്കുമുള്ള വില്ലൻ ഈ ഒരു അസംഷനാണ്, ഊഹങ്ങളെ ബേസ് ചെയ്യുന്നുള്ള ചില ധാരണകൾ. അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതൊന്ന് മനസ്സിലാക്കാനുള്ള ക്ഷമ വേണം, അതൊന്ന് തലേ കത്തണം. ഓക്കെ, ബൈ.